ഹലോ അപ്പെന്ന് വന്നിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ OTT റിലീസായിട്ടുള്ള നമ്മുടെ ലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെയും OTT അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് അതിന് നിമിഷം ഇല്ലാതെയായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. നമ്മുടെ ആസിഫ് അലീന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ഈ വരുന്ന സെപ്റ്റംബർ മാസം 26 മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലും ഇന്ത്യന്റെ വെളിയിലുമായിട്ട് OTT റിലീസ് ചെയ്യുകയാണ്. മറ്റൊരു ഹൊറർ കോമഡി സിനിമയാണ് അർജുൻ അശോകന്റെ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ നല്ല രീതിയിൽ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു സിനിമ തിയേറ്ററുകളിൽ. എന്തായാലും പടം ഈ വരുന്ന സെപ്റ്റംബർ 26 ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കുവിലും ഹിന്ദിയിലും കന്നഡയിലും സിനിമ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസ് ചെയ്യുകയാണ്. മറ്റൊരു തമിഴ് സിനിമയാണ് സൺ നെക്സ്റ്റ് വഴിയായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ടെൻകോട്ടയിലും സിനിമ OTT റിലീസ് ചെയ്യും ഒരേ സമയത്ത് സെപ്റ്റംബർ മാസം 19 മുതലാണ് സിനിമ OTT റിലീസ് ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ്റെ വെളിയിലാണെങ്കിൽ സിംപ്ലി സൗത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ സൺ നെക്സ്റ്റ്, ടെൻകോട്ട എന്നീ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇതൊരു തമിഴ് സിനിമയും കൂടി. എന്തായാലും കാത്തിരിക്കാം നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കേട്ട് ഇന്ദിര എന്ന് പറഞ്ഞ തമിഴ് സിനിമയ്ക്ക്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമേൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. നിലവിലെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച. ഒരു ഹൊറർ കോമഡി സിനിമയാണിത്. എന്തായാലും തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ആവറേജ് ആയിട്ട്. എന്തായാലും ഇനി OTTയിൽ നല്ല റെസ്പോൺസ് നേടിയെടുക്കട്ടെ ഓഡിയൻസിൻ്റെ. എന്തായാലും കാത്തിരിക്കും നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. മറ്റൊരു ഹിന്ദി സിനിമയാണ് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ സിനിമേൻ്റെ OTT റിലീസ് ഇന്ന് നടന്നിരിക്കുകയാണ് സെപ്റ്റംബർ 19 നമ്മുടെ ZEE5 ഇന്ത്യ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടാണ് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ നിലവിൽ OTT റിലീസിന് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹിന്ദി സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കും നമുക്ക് OTT ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന്. മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് നമ്മുടെ മാർവലിലെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ സിനിമ. ഇനി വരാൻ പോകുന്ന ഡൂംസ് ഡേ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഇംഗ്ലീഷ് പതിപ്പിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലും വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യം ഇംഗ്ലീഷ് പതിപ്പിലായിട്ട് സെപ്റ്റംബർ 23 ആപ്പിൾ TVയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും 2 ഫോർമാറ്റിൽ വരുന്നതായിരിക്കും. ഇന്ത്യയിൽ ജിയോ സ്റ്റാറിൽ സിനിമ അതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്, സെപ്റ്റംബറിന് ശേഷം, ഒരു ഒക്ടോബർ ആകുമ്പോൾ. മറ്റൊരു തെലുങ്ക് സിനിമേൻ്റെ OTT റിലീസാണ്. സുന്ദരകണ്ഠ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമ ഡബ് ചെയ്ത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കന്നഡയിലുമായിട്ട് ഈ ഒരു തെലുങ്ക് സിനിമ വരുന്നുണ്ട്. നമ്മുടെ ജിയോ സ്റ്റാറിൽ സെപ്റ്റംബർ മാസം 23 ഈ ഒരു സിനിമ OTT റിലീസ് കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് പുതിയൊരു റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുന്നൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് സെപ്റ്റംബർ 23. മറ്റൊരു കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഇംഗ്ലീഷ് ആനിമേഷൻ സിനിമയാണ് എലോ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ജിയോ സ്റ്റാർ ആണ് ഈ ഒരു ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു, ഹിന്ദി ഭാഷകളിലെ ഈ ഒരു ആനിമേറ്റഡ് മൂവി OTT റിലീസ് ചെയ്തിരിക്കുകയാണ് എലോ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നമ്മുടെ ഡിസ്നി പിക്സറിൻ്റെയാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടന്റ് ആയിരിക്കും ഈ ഒരു ആനിമേഷൻ സിനിമയിൽ കാണാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് നല്ല അഭിപ്രായങ്ങൾ കേട്ട്. ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ജിയോ സ്റ്റാറിൽ. മറ്റൊരു തമിഴ് സിനിമയാണ് സൺഗ്ലാസ് അല്ല, ഷുഗർലെസ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഹിന്ദി സിനിമയാണ്, ഒരു തമിഴ് സിനിമയാണ്. നിലവിൽ സിംപ്ലി സൗത്ത് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ്റെ വെളിയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിലും ഈ ഒരു സിനിമ കാണാൻ സാധിക്കും, അവൈലബിൾ ആണ്. നിലവിൽ സെപ്റ്റംബർ 19 ഇന്ന് വെള്ളിയാഴ്ചയാണ് സിനിമേൻ്റെ OTT റിലീസ് നടന്നിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കും നമുക്ക് ഷുഗർലെസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. ഇനി ആനിമേറ്റഡ് സീരീസിന്റെ ഭാഗം നമ്മുടെ മാർവൽ ആനിമേഷന്റെ ഭാഗം വരാൻ പോകുന്ന മാർവൽ ഫ്രാഞ്ചൈസിൽ വരുന്ന സിനിമയാണ് നമ്മുടെ മാർവൽ സോംബീസ് പറഞ്ഞത്. ഇതൊരു എപ്പിസോഡാണ്, സീരീസ് ആയിട്ടാണ് പുറത്തിറങ്ങാൻ പോകുന്നത് ഡിസ്നി പ്ലസിൽ അല്ലെങ്കിൽ നമ്മുടെ ജിയോ സ്റ്റാർ വഴി. സെപ്റ്റംബർ 24 ജിയോ സ്റ്റാർ വഴി നമ്മുടെ മാർവൽ സോംബീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ മാർവൽ സോംബീസിന്റെ കിഡിലൻ പോസ്റ്റേഴ്സും അതുപോലെ ടീസർ ക്ലിപ്സും അതുപോലെ തന്നെ ട്രെയിലറും ഒക്കെ അവൈലബിൾ ആണ്. കിഡിലനായ എക്സ്പെക്ടേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തെലുങ്ക് സിനിമയാണ് ജൂനിയർ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സെപ്റ്റംബർ 22 ഒരു കന്നഡ OTT പ്ലാറ്റ്ഫോമായ നമ്മ ഫ്ലിക്സ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഇത് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ജൂനിയർ എന്ന് പറഞ്ഞ ഈ ഒരു തെലുങ്ക് സിനിമേൻ്റെ OTT റിലീസ് വന്നിരിക്കുകയാണ് സെപ്റ്റംബർ 22 ഈ ഒരു നമ്മ ഫ്ലിക്സ് എന്ന് പറഞ്ഞ കന്നഡ OTT ആപ്പിലായിരിക്കും ഇതിൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത്. ഇതിൽ സോങ് ഒക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു, വൈറൽ എന്ന് പറഞ്ഞ സോങ്. രണ്ടാം യാമം എന്ന് പറഞ്ഞൊരു കൊച്ചു മലയാള സിനിമ ഇന്ന് നമ്മുടെ
മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസം 19 തീയതി മുതൽ. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം നമുക്ക് രണ്ടാം യമം എന്ന് പറഞ്ഞ സിനിമ. പേര് കേൾക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു ബോംബ് പടമാണെന്ന്. എന്തായാലും കണ്ടിരിക്കാം നമുക്ക് ഈ ഒരു നല്ല സിനിമ. എന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ. അടുത്തതും ഇതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ തിയേറ്ററുകളിൽ പൊട്ടിപ്പാളീസായ ഒരു സിനിമയാണ് ID ദ ഫേക്ക് എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിലും തമിഴിലും തെലുങ്കുവിലുമായിട്ട് ID എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. ഇന്നാണ് സിനിമ സൈന പ്ലേയിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. 3 ഭാഷകളിലായിട്ടാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കുവിലും സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ മാസം 19 തീയതി സൈന പ്ലേയിൽ. എന്തായാലും ധ്യാൻ ശ്രീനിവാസന്റെ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാത്തവരാണെങ്കിൽ എന്തായാലും OTTയിൽ കാണുക. ഈ വർഷം ഓൾമോസ്റ്റ് ആനിമേഷൻ സീരീസിൽ പുറത്തിറങ്ങിയ ഒരു കിടിലൻ സിനിമയാണ് മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഹൊമ്പാല ഫിലിംസിന്റെ ആനിമേഷൻ സിനിമയും കൂടിയാണ്. ഇന്ന് സെപ്റ്റംബർ 19 തീയതി വെള്ളിയാഴ്ച മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം ഭാഷകളിൽ ഇതിന്റെ OTT റിലീസ് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴി നടന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഈ ഒരു ആനിമേഷൻ മൂവി 300 കോടിയാണ് നേടിയെടുത്തത്. വെറും 100 കോടിന് താഴെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് കാണാൻ സാധിച്ചത്. അടുത്ത OTT സിനിമ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമയാണ്. സത്യനന്ദിക്കാട് കോമ്പോയിൽ വന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 71 കോടി നേടിയെടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇപ്പോഴത്തെ സെപ്റ്റംബർ 26 തീയതി ജിയോ സ്റ്റാറിൽ വേഗം OTT റിലീസിന് പോവുകയാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്കു, കന്നഡ ഭാഷകളിലാണ് നിലവിൽ സിനിമയുടെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഡബ്ബ്. എന്തായാലും ലാലേട്ടൻ്റെ ഈ ഒരു സിനിമയുടെ OTT റിലീസിന് കാത്തിരിക്കും നമുക്ക് സെപ്റ്റംബർ 26 തീയതി. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.